അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഗ്ലേഷ്യർ കാർണൻറ്റും റോക്കറ്റ് ലോഞ്ചറും ഹീലിംഗ് പവറും പുതിയ വെഹിക്കിളും അതുപോലെ തന്നെ നമ്മുടെ റീകോൾ കാർഡും ഇങ്ങനെയുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ 4.1 അപ്ഡേറ്റിൽ വരാൻ പോകുന്ന കിടിലം ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കണ്ട. സോ ഇറ്റ്സ് മീ മൂൺലൈറ്റ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൂൺലൈറ്റ് ഗെയിമിംഗ്. ഇപ്പം നിങ്ങൾ കണ്ട പോലെ ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ സ്പോൺ ഐലൻഡ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന സ്പെഷ്യൽ വെഹിക്കിൾ. മെയിൻ ഇവന്റിന്റെയും മിനി ഇവന്റിന്റെ ഒക്കെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലുള്ള വെഹിക്കിൾ കിട്ടും. ഈ ഒരു വെഹിക്കിളിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 85 km/h ആണ്. ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ പോകുന്ന എനിമീസിനെ നമുക്ക് പെട്ടെന്ന് അടിച്ചിടാൻ പറ്റും. ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് സ്നോബോൾ പവറും ബാക്കിയുള്ളവർക്ക് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യാൻ പറ്റുക. റീഫ്യൂലിംഗ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇതിൽ അത്യാവശ്യം ഫ്യൂൽ ഉണ്ട്. നമുക്ക് ഒരുപാട് ടൈം ഇത് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഈ ഒരു വണ്ടി നമുക്ക് വെള്ളത്തിലൂടെ ഓടിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന മെയിൻ ഇവന്റും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഡെത്ത് ക്രിയേറ്റും ഇറാങ്കിൾ മാപ്പിലുള്ള ചേഞ്ച് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ അവിടെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. അടുത്തതാണ് ഈ ഒരു പവർ. ഇത് നമുക്ക് ലൂട്ട് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. ഈ ഒരു പവർ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഹെൽത്ത് ഫുള്ളാക്കാനും അതുപോലെ തന്നെ ഫുൾ ബൂസ്റ്റ് ആക്കാനും പറ്റും. അതുപോലെ തന്നെ നോക്കായി കിടക്കുന്ന നിങ്ങളുടെ ടീംമേറ്റിന്റെ മേലേക്ക് ഇത് ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിവൈവ് ആവട്ടോ. അടുത്ത അപ്ഡേറ്റിൽ നമ്മുടെ MVP സ്റ്റാൻഡ് ഇതുപോലെ ആയിരിക്കും കേട്ടോ. ഡിന്നർ അടിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കുറെ ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ വരും കേട്ടോ. ഇവരൊക്കെ ആരാന്നും എന്തൊക്കെ എബിലിറ്റീസ് ആണെന്നുള്ളതും നമ്മൾ എബിലിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നതാണ്. സോ മറക്കാതെ സബ് ചെയ്ത് വെച്ചോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റിൽ നമ്മൾ ഫിസ്റ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് വേറെ ആയിരിക്കും. അതുപോലെ നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് 10 ബുള്ളറ്റിനുള്ള സൗണ്ട് വേറെ ആയിരിക്കും. അടുത്തൊരു കിടിലൻ കാര്യമാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന റീകോൾ കാർഡ്. നമ്മുടെ മെയിൻ ഇവന്റിലെ മെയിൻ ലോഡ് ബോക്സിലെ അത് തുറക്കുന്ന സമയത്ത് നമുക്ക് 4 റീസ്പോൺ കാർഡ് കിട്ടും. മുമ്പ് നമ്മുടെ ഗെയിമിൽ വന്നിട്ടുള്ള പോലെ തന്നെ കേട്ടോ ഈ റീസ്പോൺ കാർഡും. റീകോൾ തീരുന്നവരെ നമുക്ക് റീകോൾ ആവാൻ പറ്റും. അടുത്തതാണ് നമ്മുടെ ഗ്ലേഷ്യർ കാർണൻറ്റ്. ഇത് നമ്മുടെ ലൂട്ട് ബോക്സ് തുറക്കുന്ന സമയത്ത് നമുക്ക് മെയിൻ ഇവന്റ് നിന്ന് കിട്ടും കേട്ടോ. ഇതൊരു കിടിലൻ ഗണ്ണാട്ടോ. ഇത് വെച്ച് ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുള്ളറ്റിന് മാത്രമല്ല അത് കഴിഞ്ഞുള്ള മഞ്ഞ് പാളിക്കും ഡാമേജ് ഉണ്ട്. ഇവിടെ ഈ ബോട്ട് നോക്കാവുന്നത് ഈ ബുള്ളറ്റ് കണക്ട് ആയിട്ടല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഈ മഞ്ഞുപാളിയിലാണ്. സ്നൈപ്പ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ഫീച്ചർ ഗെയിമിൽ വരുമ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമോ എന്നുള്ളത് കമന്റ്സിൽ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. മറ്റൊരു കിടിലം വെപ്പണാണ് കേട്ടോ റോക്കറ്റ് ലോഞ്ചർ. നിലവിൽ നമുക്കിത് മെയിൻ ഇവന്റിന്നും മിനി ഇവന്റിന്നും ഒക്കെയാണ് കിട്ടുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള ആമോ ഉള്ളൂ. സോ മാക്സിമം ആമോ കളക്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഈ വെപ്പൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺട്രോൾ ബട്ടൺ ഉണ്ടാവും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറക്കാട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്യാമറ ആംഗിൾ ഒന്ന് മേലോട്ടാക്കിയാൽ മതി, പറന്നങ്ങ് പൊക്കോളും. കുറച്ച് ടൈമിലേക്ക് മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മേ ബി നമ്മുടെ ഫൈനൽ വേർഷൻ വരുന്ന സമയത്ത് അവിടെ കുറച്ചും കൂടി ടൈം കൂടുതലായിരിക്കും. നല്ല ഹൈറ്റ് തന്നെ നമുക്ക് പറക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു വെപ്പൺ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എനിമീസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ബുള്ളറ്റ് കണക്ട് ആയാൽ തന്നെ എനിമി നോക്കൗട്ടോ. ഇത്രയും ഡാമേജ് നമ്മുടെ ഫൈനൽ വേർഷനിലേക്ക് വരുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഈ മഞ്ഞുപാളിയിൽ നിൽക്കുന്ന സമയത്ത് എനിമീസ് ഇതുപോലെ തെന്നുട്ടോ. നല്ല ഫണ്ണിയാണ് ഇത് കാണാൻ. അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്തും ഈ ഒരു വെപ്പൺ യൂസ് ചെയ്ത് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഈ ഒരു ട്രെയിൻ. നമ്മുടെ ഈ റാങ്കിലൂടെ ചുമ്മാ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു ട്രെയിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ട്രെയിൻ തട്ടുന്ന സമയത്ത് നമ്മുടെ വെഹിക്കിളൊക്കെ തെറിച്ചു പോകട്ടോ. ഇതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നർത്ഥം. ഇനി ഈ ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഫുള്ളി ഡിസ്ട്രോയ് ചെയ്യണം. ആള് ചുമ്മാ അങ്ങ് പോവില്ല. നമ്മൾ ഇതിനെ ഫയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ലൂട്ട് ക്രിയേറ്റ് ഒക്കെ ഡ്രോപ്പ് ചെയ്യും. കമ്പാരിറ്റീവ്ലി നല്ലൊരു ലൂട്ട് തന്നെയാണ് ഈ ഒരു ബോക്സിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ മാക്സിമം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. എബിലിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.